നമസ്കാരം. എൻ്റെ പേര് ജോർജ് തോമസ്. ഞാൻ എറണാകുളത്ത് വൈറ്റില ചളിക്കോട്ടത്ത് താമസിക്കുന്നു. നിങ്ങൾക്കൊരു കൺസ്ട്രക്ഷനിൽ പുതിയതായിട്ടൊരു ഈസിയായിട്ട് വളരെ വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് പരിചയപ്പെടുത്തി തരാം. വുഡ് ഹൗസ്. അതാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിപ്പം ചെയ്തിട്ട് 10 വർഷത്തിന് മേലെയായി. ഇപ്പോഴത്തെ സ്ഥിതി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ വീട് കംപ്ലീറ്റും കനേഡിയൻ വുഡ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. കനേഡിയൻ പൈൻ വുഡ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വാൾസ്, വിൻഡോസ്, പിന്നെ ഫ്ലോറ്, റൂഫ് എല്ലാം ഒരേ മെറ്റീരിയൽ തന്നെ. ഇതിൽ വേറൊരു മെറ്റീരിയലും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഇത് നമുക്ക് ഒരു ഡിസൈൻ, ഒരു കസ്റ്റമറുടെ ഡിസൈൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ ഇത് നമുക്കൊരു കംപ്ലീറ്റ് ഡിസൈനിൽ അത് നമുക്കൊരു 15 ഡേയ്സിനുള്ളിൽ അത് അവിടുന്ന് മാനുഫാക്ചർ ചെയ്ത് നമുക്കിവിടെ വന്നു കഴിയുമ്പോൾ നമുക്കൊരു ഒരാഴ്ച കൊണ്ട് ഇതിനെ അസംബിൾ ചെയ്ത് ഈ വീട്ടിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഏറ്റവും വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. നമുക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ ഏറ്റവും ഈസിയാണ്. പിന്നെ ഇത് ഡ്യൂറബിളാണ്. ഇതിപ്പം ഈ വീട് വെച്ചിട്ടിപ്പം തന്നെ ഒരു 10 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴും ഇതിൻ്റെ ഒരു പുതുമയ്ക്കോ അങ്ങനെ ഒരു ഇതൊന്നും വന്നിട്ടില്ല. ഒരു കുഴപ്പവും ഇതുവരെ വന്നിട്ടില്ല ഞങ്ങൾക്ക്. ഇതിപ്പം 10 വർഷമായിട്ട് നിലനിൽക്കുന്ന വീടെന്ന് പറഞ്ഞാൽ ഇത് പല കാലാവസ്ഥകൾ വന്നു കഴിഞ്ഞു. ഭയങ്കര ടെമ്പറേച്ചർ വന്നു, മഴ വന്നു, തണുപ്പ് വന്നു. ഇതെല്ലാം വന്നിട്ടും ഇതിന് ഒരു കുഴപ്പങ്ങൾ ഇത് വന്നിട്ടില്ല. പൊതുവെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ തണുപ്പ് പ്രദേശങ്ങളിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാ ക്ലൈമറ്റിലും വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ തണുപ്പ് ഏരിയകളിൽ നമ്മൾ ഈ വുഡൻ ഹൗസ് നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്നു. നമുക്ക് ഈ എറണാകുളം പോലെയുള്ള സ്ഥലങ്ങളിൽ നമുക്കിത് വളരെ ഈസി ആയിട്ട് നമുക്ക് പണിയാൻ സാധിക്കും. ഇതിന് ഇത്രയും വർഷമായിട്ട് ഇതിന് യാതൊരു കംപ്ലയിൻ്റ് ഇല്ലാത്തത് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇത്രയും വർഷമായിട്ട് ഇതിന് യാതൊരു കംപ്ലയിൻ്റ് ഇല്ല എന്നുള്ള രീതിയിൽ നിങ്ങളോട് ഇത് പറയുന്നത്. നമുക്ക് വളരെ ഈസിയാണ്. ഒരു സാധാരണ നോർമൽ ഹൗസ് പണിയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 വർഷം 3 വർഷം നമ്മൾ കിടന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു വീട് തീരുള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്കൊരു കൂടിപ്പോൾ ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ഫർണിഷ്ഡ് വീടായിട്ട് നമുക്കിതിനെ കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ടൂറിസം മേഖലകളിൽ നമുക്കിത് ഉപയോഗിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് വേഗം പൈസ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ടൂറിസം മേഖലകളിൽ ഇത് യൂസ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം ടൈം ഇല്ലാതെ ഇൻസ്റ്റാൾ ചെയ്യുക. വീട് കഴിഞ്ഞ് നമുക്ക് 1 മാസം 2 മാസം കഴിയുമ്പോൾ നമുക്ക് ഗസ്റ്റിന് കൊടുത്തു തുടങ്ങാൻ പറ്റും. അപ്പോൾ നമുക്ക് സാധാരണ നോർമലി ഒരു വീട് ഇതുപോലത്തെ ഒരു 2 ബെഡ്റൂം വീട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 3000 രൂപ റെൻറ്റ് വേണമെങ്കിൽ വാങ്ങാം മാക്സിമം. പക്ഷേ ഇത് നമുക്ക് അതിൻ്റെ ഒരു 3 ഇരട്ടിയോ 4 ഇരട്ടിയോ നമുക്ക് കസ്റ്റമേഴ്സ് വാങ്ങിച്ചാലും വരുന്ന കസ്റ്റമേഴ്സിന് അതൊരു നഷ്ടമായിട്ട് ഒരിക്കലും തോന്നാറില്ല അവർക്ക്. ഇവിടെ ഞാനത് 10,000 കൊടുക്കുന്നുണ്ട്, 7,000 കൊടുക്കുന്നുണ്ട്. ഇപ്പം നോർമലി ഞാൻ 7,000 കൊടുക്കുന്നത്. അതുപോലും അവർക്കത് ലാഭകരമായിട്ടാണ് അവർ വന്ന് താമസിക്കുന്നവർ എന്നോട് എപ്പോഴും പറയാറ്. എന്നുവെച്ചാൽ അവരിവിടെ വന്ന് ഈ ഒരു ഫീച്ചർ, ഇവിടുത്തെ വുഡൻ്റെ അകത്തുള്ള ഫീലിങ്സ് എല്ലാം അവർക്ക് വന്നു കഴിയുമ്പോഴത്തേക്കിന് അവർക്കിതൊരു നഷ്ടമായിട്ട് തോന്നത്തില്ല. അതുകൊണ്ട് ഒരു ടൂറിസം മേഖലകളിൽ നമ്മളിത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ റിക്കവറി, ഇൻവെസ്റ്റ്മെൻറ്റ് റിക്കവറി വളരെ ഫാസ്റ്റായിട്ട് വരും. അപ്പം ഇപ്പോൾ ഒരു 25 വീടുകളും പല മേഖലകളായിട്ട് മൂന്നാർ, കണ്ണൂർ, കാസർഗോഡ്, ഇങ്ങനെ പല സ്ഥലങ്ങൾ, വയനാട്, ഊട്ടി, പല സ്ഥലങ്ങളിലായിട്ട് ഞാനിത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ അവരെല്ലാവരും തന്നെ ഇപ്പം തന്നെ അതിൻ്റെ എമൗണ്ട് റിക്കവറി അവർ കിട്ടിക്കഴിഞ്ഞു അവർക്കത്. അപ്പോൾ അവരെല്ലാം സക്സസ്ഫുള്ളാണ്. ഇപ്പോൾ അടുത്ത പ്രോജക്റ്റുകൾ അവരെന്നെ വിളിക്കുന്നുണ്ട്. അടുത്ത പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ ത്രൂ ആണ് എനിക്കിപ്പം കൂടുതലിപ്പം എൻക്വയറികൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ശരിക്കും ഒരു മാനുഫാക്ചറിങ് മെത്തേഡെന്ന് പറഞ്ഞത് ടങ് ആൻഡ് ഗ്രൂവ് മെത്തേഡാണ്. അപ്പോൾ ഒരു പീസിൻ്റെ മുകളിൽ ഒരു പീസ് ജോയിൻ ചെയ്ത് വെക്കുന്ന ഒരു മെത്തേഡിലാണ് അവർ നമുക്കിത് മാനുഫാക്ചർ ചെയ്ത് തരുന്നത്. അത് ഓൾറെഡി അവർ മാനുഫാക്ചർ ചെയ്ത് നമ്മളത് അവരവിടെ അസംബിൾ ചെയ്ത് എന്നിട്ട് നമ്മൾ അത് കണ്ടതിന് ശേഷം അത് റീപാക്ക് ചെയ്ത് അത് ഓരോ ഇതിനും പീസിനും നമ്പർ ഇട്ട് ഇവിടെ വന്ന് വളരെ ഈസിയായിട്ട് നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ വർക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വർഷങ്ങളായിട്ട് പരിചയമുള്ളതുകൊണ്ട് അവർക്ക് ഈ 5 ദിവസമൊന്നും ഇനിയിപ്പോൾ അവരെടുക്കുന്നില്ല. 2-3 ദിവസം കൊണ്ട് ഇപ്പം ഇവരിത് ഫിനിഷ് ചെയ്ത് പോകുന്നുണ്ട് ഇപ്പം വർക്കുകൾ. ആക്ച്വലി ഇത് നമ്മുടെ കാലാവസ്ഥ വളരെ തണുപ്പ് വന്നു കഴിഞ്ഞാൽ പോലും ഇതിൻ്റെ ഉള്ളിൽ ഒരിക്കലും നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യില്ല. എന്ന് വെച്ചാൽ തണുപ്പ് രാജ്യങ്ങളിലാണ് നമ്മൾ സാധാരണ മാക്സിമം വുഡ് ഹൗസസ് കണ്ടിരിക്കുന്നത്.
അതെന്തുകൊണ്ടാണ് അവിടെ അത് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് ഭയങ്കര തണുപ്പ് വന്നാൽ പോലും അതിൻ്റെ ഉള്ളിലേക്ക് അത് മോഡറേറ്റ് തണുപ്പേ വരുള്ളൂ. ഒരു വാർമിങ് എഫക്റ്റാണ് എപ്പോഴും ഈ വുഡ് ഹൗസിൻ്റെ അകത്ത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒത്തിരി തണുപ്പും മഞ്ഞും ഉള്ള ഏരിയകളിലൊക്കെ വുഡ് ഹൗസ് അവർ വയ്ക്കുന്നത്. ചൂടുള്ള സമയത്ത് പോലും ഇതിൻ്റെ അകത്ത് ഒരു വാർമിങ് എഫക്റ്റാണ് എപ്പോഴും ഉണ്ടാകുക. അത് നമുക്ക് വേഗം ജനലോ എല്ലാം തുറന്നിട്ട് കഴിഞ്ഞാൽ ഉടനെ ആ സെയിം ക്ലൈമറ്റ് അകത്തേക്ക് വന്ന് ഒരു ഫ്രീസിങ് ആയിട്ട് മാറും. ടെമ്പറേച്ചർ കുറയും. ഇത് പൊതുവേ ഈ ചെതലും ഇങ്ങനത്തെ ഇതുമായിട്ട് എഫക്റ്റ് ചെയ്യത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു പൈൻ ഓയിലുണ്ട്. പൈൻ ഓയിൽ ഒരു ആൻറ്റിസെപ്റ്റിക്കാണ്. അതൊരിക്കലും ഈ ഇങ്ങനെ കീടങ്ങൾക്കോ അങ്ങനെ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. മറ്റു വുഡുകളൊക്കെ ആണെങ്കിൽ കുറച്ച് നാൾ നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ചതൽ വരും, പിന്നെ മറ്റ് കീടങ്ങളൊക്കെ വന്ന് ആ വുഡിനെ നശിപ്പിക്കും. ഇതിപ്പം 10 വർഷമായിട്ട് ഇതിന് പ്രത്യേകമായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നില്ല. എന്നിട്ടും അതിന് യാതൊരു കുഴപ്പങ്ങളും ഇതുവരെ വന്നിട്ടില്ല. ഇത് നമുക്ക് സാധാരണ ഒരു വീട് വെക്കുന്നതിൻ്റെ ഫൗണ്ടേഷനാണ് ഇതിൻ്റെ ആവശ്യം. സെയിം സാധാരണ ഫൗണ്ടേഷൻ്റെ മുകളിൽ നമ്മളത് ഫിക്സ് ചെയ്യാൻ ഇത് വളരെ ഈസിയായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ ഇത് വലിയ ഹെവി അല്ല, ഇത് വളരെ വെയിറ്റ് കുറഞ്ഞതാണ്. സാധാരണ ഒരു കൺസ്ട്രക്ഷൻ്റെ വളരെ നിസ്സാരമായ വെയിറ്റ് മാത്രമേ ഇതിന് വരുന്നുള്ളൂ. അതുകൊണ്ട് വലിയ ഫൗണ്ടേഷൻ്റെ ഒന്നും ആവശ്യമില്ല. നിസ്സാരം ഒരു ഫൗണ്ടേഷനിൽ നമുക്ക് ഈ വീട് പണിതെടുക്കാൻ പറ്റും. പിന്നെ നമുക്കിത് ടെമ്പററി കൺസ്ട്രക്ഷനാണ്. അതുകൊണ്ട് നമുക്ക് ഏത് സ്ഥലത്തും എവിടെയും നമുക്ക് വയ്ക്കാൻ പറ്റും. ഏത് നിയമപരമായിട്ട് പ്രോബ്ലം ഉള്ളിടത്തും നമുക്കിത് വയ്ക്കാൻ സാധിക്കും. ഇമ്മീഡിയറ്റ് നമുക്ക് പണി ഇനി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വേറൊരു സ്ഥലത്തേക്ക് ഇതെടുത്ത് അതേപടി മാറ്റി വയ്ക്കാനും പറ്റും. അതിനിങ്ങനെ യാതൊരു ഡാമേജും ഇല്ലാതെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ടങ്കാൻ ഗുരു മെത്തേഡിൽ വെറുതെ അടുക്കി വയ്ക്കുകയാണ് ഈ ഇത് ചെയ്യുന്നത്. ഈ നമ്മൾ പസിൽസൊക്കെ ചെയ്യുമല്ലോ, ഈ ഗെയിംസിലെ പസിൽസ് പോലെ നമുക്ക് എടുത്തു വെച്ച് അതേപടി നമുക്ക് തിരിച്ച് അതിനെ ഏത് സ്ഥലത്ത് വേണമെങ്കിലും മാറ്റി വെച്ച് അസംബിൾ ചെയ്യാനും സാധിക്കും. 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിത് ചെയ്ത സമയത്ത് എനിക്കൊരു 1500 മോളിൽ സ്ക്വയർ ഫീറ്റിന് കോസ്റ്റ് വന്നിരുന്നു. ഇപ്പം അത് ഈ കോവിഡൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് പുതിയ കോസ്റ്റിംഗ് 2500 തൊട്ട് 3000 രൂപ വരെ സ്ക്വയർ ഫീറ്റിന് കോസ്റ്റ് വരുന്നുണ്ട്. ഡിപ്പെൻഡ്സ് നമ്മുടെ ഡിസൈൻ അനുസരിച്ചും പിന്നെ നമ്മുടെ എങ്ങനെയുള്ള ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് നമ്മളെങ്ങനെ യൂസ് ചെയ്യുന്നതിനെ വെച്ചിട്ടുമാണ് അതിൻ്റെ കോസ്റ്റിംഗ് വരിക. ഇപ്പോഴും ടൈമിംഗ് എല്ലാം ഒന്ന് തന്നെ, പക്ഷേ ഇപ്പോൾ ലേബർ കോസ്റ്റ് നമുക്ക് കൂടി, പിന്നെ ട്രാൻസ്പോർട്ടേഷനും കൂടി, അങ്ങനെയൊക്കെ വന്നുകൊണ്ടാണ് ഇത്രയധികം ഒരു കോസ്റ്റ് 3000 സ്ക്വയർ ഫീറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ പോലും ഇപ്പം ഇത് ലാഭകരമാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു വീട് പണിയണമെങ്കിൽ മിനിമം 1 വർഷത്തിന് മുകളിൽ വെയിറ്റ് ചെയ്താലേ ഒരു കോൺക്രീറ്റ് വീട് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഞങ്ങൾ ഗ്യാരണ്ടീഡ് ആയിട്ട് 2 മന്ത്സിനുള്ളിൽ കംപ്ലീറ്റ് വർക്കും ഫിനിഷ് ചെയ്ത് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. 2 മാസം കഴിയുമ്പോഴത്തേനും നമുക്കവിടെ റവന്യൂ നമുക്ക് കിട്ടിത്തുടങ്ങുള്ളൂ. ഇത് പിന്നെ നമ്മൾ പണിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ഇൻറ്റീരിയറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതെല്ലാം വുഡാണ്. വുഡിൽ കൂടുതൽ നമ്മൾ എന്ത് ഇൻറ്റീരിയർ ചെറിയൊരു ഡെക്കറേഷനോ അതുപോലെ തന്നെ വലിയ കബോർഡ്സോ അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ മാത്രം ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇതിൽ. അപ്പോൾ അത് നമുക്ക് ആ കോസ്റ്റും ഭയങ്കരമായിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നോർമലി ഒരു ഹൗസ് നമ്മൾ സ്ട്രക്ചർ പണിയുമ്പോഴാണ് ഒരു 2000-2500 രൂപ കോസ്റ്റിങ് നമുക്ക് ആവുന്നത്. പക്ഷേ അതിൻ്റെ ഇൻറ്റീരിയർ കഴിയുമ്പോഴത്തേന് അതൊരു വീണ്ടും 2500 രൂപയും കൂടെ വന്നൊരു 5000-6000 രൂപ സ്ക്വയർ ഫീറ്റിലേക്ക് സാധാരണ വീട് പണിയുമ്പോൾ നമുക്ക് എത്തുന്നുണ്ട്. ഇതാകുമ്പോഴത്തേന് അത്രയും ഇൻറ്റീരിയറിൻ്റെ ആവശ്യമില്ല. നമുക്ക് വേറെ പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പെയിൻറ്റിങ് വളരെ ഈസിയാണ്. ഒരു 3 ഇയർ കൂടി നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് യാതൊരു ഡാമേജും വരില്ല. നോർമലി ഞാൻ എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യുന്നത് ഇതൊരു 3 വർഷത്തിനുള്ളിൽ ഇതിൻ്റെ ഒരു പോളിഷ് ഉണ്ട്, അത് ചെയ്ത് വിടുക, PU കോട്ടിങ്. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വുഡിന് യാതൊരു ഡാമേജും വരില്ല. പക്ഷേ നമ്മൾ മടിച്ച് കുറച്ച് ചീത്തയാകട്ടെ എന്ന് വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിന് എന്തെങ്കിലും ഒരു ചെറിയ ഡാമേജസ് വരിക. ആർക്കിടെക്ചർ ആൻഡ് ഇൻറ്റീരിയർ സംബന്ധമായ എല്ലാ പുതിയ അറിവുകൾ, ട്രെൻഡുകൾ, മനോഹരമായ വീടുകൾ ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന അൺലിമിറ്റഡ് ടെയിൽസ് എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.
ഒപ്പം പുതിയ വീഡിയോകളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവ് ലഭിക്കുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ ഐക്കണായ ബെല്ലും അമർത്തണേ. കൂടാതെ അൺലിമിറ്റഡ് ടെയിൽസിൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകൾ ലൈക്ക് ചെയ്യുന്നതും ഫോളോ ചെയ്യുന്നതും നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. For more architecture content, please like, share and subscribe to our YouTube channel, Unlimited Tales. Also, follow us on Instagram and Facebook for more updates.